കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. മുതലാളിത്ത സ്വതന്ത്രതാവാദത്തിന്റെ ഭാഗമായി യുവാക്കളുടെ ഇടയിൽ രൂപം കൊണ്ട അസ്തിത്വമില്ലായ്മയുടെയും ഒറ്റപ്പെടലിന്റെയും ഭാഗമായി കുടുംബ ശിഥിലീകരണത്തിന്റെ ഭാഗമായി അവരിലേക്ക് ലഹരി കടന്നു ചെല്ലുന്നു. Drugs are the enemies because we want to focus on it. Chanakya has ideally told that an ideal human being is one who is able to control his emotions. പിന്നെ ഇന്നലെ സാറ് വിളിച്ച് ജാംനൊരു സെഷനെ പറ്റി പറഞ്ഞപ്പോൾ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പലപ്പോഴും ഞാൻ കോച്ചിങ് ചെയ്തപ്പോഴൊന്നും ഇങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഒരു സജഷൻ എനിക്കുള്ളത് ഇങ്ങനത്തെ ഡിസ്കഷൻസും ഡിബേറ്റ്സും ഈ പരിപാടിയൊക്കെ ഇനിയും കണ്ടക്ട് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനും നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം കിട്ടുള്ളൂ. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലൊരു ആസ്പിറൻസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഇങ്ങനത്തെ പരിപാടികൾ കൂടുതൽ സംഘടിപ്പിക്കണം എന്നാണ് എനിക്ക് സാറിനോട് പറയാനുള്ളത്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഇവിടെ ലെറ്റസ് ജാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡ്രഗ് അഡിക്ഷനെതിരായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം, നിങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. എല്ലാവരും മാക്സിമം അത് നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. മനുഷ്യരാശിയുടെ തുടക്കം മുതലേ ഡ്രഗ്സിൻ്റെ യൂസേജ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പഴയ സ്ഥിതിയല്ല ഇന്ന്. പല ഇൻ്റർനാഷണൽ മാർക്കറ്റിലും കിട്ടുന്ന സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ ലോക്കൽ മാർക്കറ്റിലും വളരെ അവൈലബിൾ ആണ്. ഇതിന് ഇരയാവുന്നത് നമ്മുടെ യുവതലമുറയും. ഉപയോഗിക്കാൻ കാരണങ്ങൾ പലതാണ്, പക്ഷേ എത്തി നിൽക്കുന്നത് അഡിക്ഷൻ എന്ന ഒരു മായാലോകത്തും. ഇതിൻ്റെ ഉപയോഗം നമ്മളിൽ നിന്ന് തന്നെ കുറയ്ക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും പല ഗവൺമെൻറ് ഇനിഷ്യേറ്റീവിൽ നിന്നും ഇതിൻ്റെ കുറയ്ക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇന്ത്യയെ പോലെ ഡെവലപ്പിംഗ് നേഷന് ഇത് വളരെ ത്രെറ്റൻഡ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. പല ഓർഗനൈസ്ഡ് ക്രൈമും ടെററിസത്തിൻ്റെ ഔട്ട്ബേഴ്സ്റ്റും ഒക്കെ കൂടാൻ ഇത് കാരണമാകുന്നു. ഒന്ന് മനസ്സിലാക്കുക, ഒരു ഡ്രഗ്സിൻ്റെയും അടിയിൽ എരിഞ്ഞു തീരേണ്ടതല്ല നമ്മുടെ യുവതലമുറയുടെ ജീവിതവും സമയവും. സോ life is more intoxicated than a drug, so say no to drugs. Thank you. സോ എന്തുകൊണ്ട് ഇവർ ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകുന്നു? എന്തെങ്കിലും ക്യൂരിയോസിറ്റിയുടെയോ ഫാമിലി ഇഷ്യൂസിൻ്റെയോ സ്ട്രെസ്സിൻ്റെയോ പുറത്തായിരിക്കാം ഇവർ ആദ്യം ഇത് യൂസ് ചെയ്യുന്നത്. The Ministry of the Social Justice and Empowerment says that the 14.6% of the drug addicts. മുതലാളിത്ത സ്വതന്ത്രതാവാദത്തിന്റെ ഭാഗമായി യുവാക്കളുടെ ഇടയിൽ രൂപം കൊണ്ട അസ്തിത്വമില്ലായ്മയുടെയും ഒറ്റപ്പെടലിന്റെയും ഭാഗമായി കുടുംബ ശിഥിലീകരണത്തിന്റെ ഭാഗമായി അവരിലേക്ക് ലഹരി കടന്നു ചെല്ലുന്നു. അവരെ മാനസികമായും ശാരീരികമായും തളർത്തുന്നു. ഒറ്റപ്പെടലിന്റെ വേദന തിരിച്ചറിഞ്ഞ യുവാക്കൾ ലഹരിയിലേക്ക് പോവുക സ്വാഭാവികമാണ്. Youngsters are becoming blind towards their future and social development. There are many people, especially the youth, who are in the grips of the drugs. Youth are the future of the nation. They are the cornerstones of the country. Drug addiction is one of the most serious problems that the world faces today. There are two types of drugs, legal and illegal drugs. Around 5.2 million students consuming illegal drugs and alcohols at least once in a month. Times and Narcotics Report 2022 says India is the largest opiate market and most of the users are of age 15 to 37 years. Drug usage have serious implications on an individual as it increases depression, reduce working potential, and it also affect the society, which affects the economic potential of the country, and also increase criminal activities like domestic violence, which affects the law and order. So this makes drug de-addiction the need of the hour, and government have taken necessary steps like enforcing National Narcotics Control Bureau and programs like Nashmuk Bharat, which constitutes anti-narcotic cells in schools and colleges. And what have to be done is raise the awareness and increase the efficiency of de-addiction centers. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണക്ക് പ്രകാരം 8 കോടിയോളം യുവജനങ്ങൾ ഇന്ന് ഡ്രഗ്സിൻ്റെ അഡിക്ഷനിലാണ്. which can have serious impact in our health, domestic violences and increased crime rates. Drug addiction is the disease that affects a person's brain and behavior. It leads to
an inability to control the use of legal or illegal or medicines. The substances like alcoholic, narcotics, and marijuana are also considered as drugs. The main reasons are peer pressure, society, social media, and to feel good or get high. It will adversely affect a person's mental health and physical health. It also destroys his dreams and harmony of life. Through awareness and counseling programs and by the help of a good doctor, we can reduce the drug addiction of the youth of the country. A potential youth is the wealth and fuel of a nation. If you can quit for a day, you can quit for a lifetime. Thank you. 750 കോടി ജനങ്ങളുണ്ട്. അതിലൊരു 190 പേരും നമ്മുടെ ഡ്രഗ്സിന് അഡിക്റ്റാണ്. ഈ സിഗരറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഗേറ്റ് വേ ഓഫ് ഡ്രഗ്സ് ആണ്. നമ്മൾ അതിനായി തുടങ്ങും, പിന്നെ അത് കൂടി ഈ LSD സ്റ്റാമ്പ് വരെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസ് വരെ തിന്നർ മണക്കുക, പെട്രോളിയം മണക്കുക, അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വരെ അവർക്ക് ഡ്രഗ്സ് കിട്ടാതെ ആകുമ്പോൾ അതിൽ അഡിക്റ്റായി പോവുകയാണ്. സോ നമ്മളിപ്പോൾ ഇവരെ ഉപദേശിക്കുക, ഇപ്പോൾ ഫാമിലി ലെവലിൽ തന്നെ നമ്മൾ ഇവരെ ഉപദേശിക്കുക എന്നുള്ളതാണ് ഒരു വഴി. ഇപ്പോൾ നമ്മളിരിക്കുന്ന ചുറ്റുമുള്ള ആൾക്കാരിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലുണ്ടാവും. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക. Good morning all. Drug abuse existed since time immemorial. It can cause deterioration of physical and mental well-being and can lead to law and order issues and utter chaos in the society. India is at a crucial point where we are facing demographic dividend, and it is a need of the hour that we tap this potential of working age population in order to grow to a modern progressive society. But what we hear in the news today is crores of seizures of high-end chemical drugs like LSD and even including heroin. This was not the case a couple of years or in the last 1 decade. So it is a need of the hour that there should be a strict law enforcement agency actions to cut the supply, and also civil society and governmental action to create awareness that can cut the demand. Let's all join in this fight against drugs. Thank you. 2021 എയിംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 18 ലക്ഷത്തോളം മുതിർന്നവരും 4.6 ലക്ഷം ചിൽഡ്രൻസും ബാഡ്ലി അഡിക്റ്റഡ് ആണ് ഡ്രഗ്സിന്. ഇന്ത്യ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രശ്നമാണ് ഡ്രഗ് അഡിക്ഷൻ ഇൻ യൂത്ത്. പഞ്ചാബിൽ 4 പിള്ളേരിൽ 3 പിള്ളേരോളം ഡ്രഗ് അഡിക്റ്റഡ് ആണ്. Good morning all. Drugs are the enemies because we want to focus on it. As per the Bob Riley, drugs are the enemies for our future. As we everyone know, youth are the major backbone of emerging nation. Youth not representing the future of the nation, but also we are some of the agents of growth and a progress society. Okay, drug addiction. ഒരു ഇൻഡിവിജ്വൽ സെൻറ്റർ പോയിൻ്റ് ആവുകയും ഒരു സൊസൈറ്റിക്ക് മുഴുവൻ ചലഞ്ചായിട്ട് മാറുകയും ചെയ്യുന്ന ഒന്നാണ് ഡ്രഗ് അഡിക്ഷൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ പേര് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൽക്കഹോളിൽ തുടങ്ങി മരിഹുവാന, MDMA, LSD മുതലായ സാധനങ്ങൾ ഇന്ത്യയിൽ ഈസിലി അവൈലബിൾ ആവാനുള്ള കാരണം ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ഡ്രഗ് നെറ്റ്വർക്കുമായിട്ടുള്ള സാൻഡ്വിച്ച്ഡ് പൊസിഷനാണ്. അപ്പോൾ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റിനോട് കൂടി ഒപ്പം നമുക്ക് വേണ്ടത് ശരിക്കും ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചാണ്. എന്തുകൊണ്ട് യൂത്ത് ഇതിലേക്ക് പാറുന്നു? ദർ ഈസ് ഓൾവേസ് എ ഫസ്റ്റ് ടൈം. ഇവർക്ക് ഫസ്റ്റ് ടൈം ഇവർ ഇതിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടുന്നത് ഇവരുടെ ഒരു ഹാപ്പിനെസ് ഹോർമോൺ ആയിരിക്കാം. അപ്പോൾ ഈ യൂത്തിൻ്റെ ഹാപ്പിനെസ് ഹോർമോൺ അപ്പ് ചെയ്യാനും ഇവരെ റെഗുലർലി എൻഗേജ്ഡ് ആക്കാനുമുള്ള പോളിസീസാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ക്ലബ്സ്, ഇവൻറ്റ്സ്, സ്പോർട്സ്, ഗെയിംസ്, ആക്ടിവിറ്റീസ്, ഓൾ ദോസ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ്. താങ്ക് യു. ഇപ്പം നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ഇന്ത്യനെ, നമ്മുടെ ഈ ഒരു രാജ്യത്തിന് ഒരു ഡെവലപ്പിംഗ് നേഷൻ എന്നുള്ളിടത്ത് നിന്ന് ഡെവലപ്ഡ് നേഷൻ ആക്കാൻ പറ്റുള്ളൂ. Mumbai based psychiatrist put forth studies where he states that consuming drugs to satisfy on immediate needs which is among a common trend in the youngsters. നമ്മൾ യൂത്ത് എന്നത് സൊസൈറ്റി പരിഹരിക്കേണ്ട ഒരു വിഷയമല്ല, സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടവരാണ്. India is a country that has largest demographic dividend. About 65% of Indian population is youth. And one of the major problems that face our youth is drug addiction. കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. ഇങ്ങനെ പറഞ്ഞ കവി എ അയ്യപ്പൻ മുതൽ മൈക്കിൾ ജാക്സനും ഡീഗോ മർഡോണയും വരെ തൻ്റെ ലഹരിക്ക് അടിമപ്പെട്ട് തൻ്റെ സ്വന്തം ജീവിതം തകർത്തുപോയെന്ന് അറിയുമ്പോഴാണ് ലഹരി സമൂഹത്തിലെ എത്രമാത്രം വേരുപിടിച്ച മരങ്ങളിൽ ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന 90% കുറ്റകൃത്യങ്ങളുടെ കാരണക്കാരൻ എന്ന് പറയുന്നത് ലഹരിയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ലഹരി കടന്നുപോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത്. എവിടെയാണ്
മനുഷ്യരിലേക്ക് ലഹരി കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബഹുസ്വരമായ സമൂഹത്തിൽ ലഹരിയുടെ കടന്നുകയറ്റം മനുഷ്യരാശിയെ തകർക്കുന്നത്? വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയാതെ, ബോധവൽക്കരണം നടത്താതെ, അവരുടെ ഡോപ്പാമിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി, ഉന്മാദത്തിൻ്റെ ആന്തരിക തലങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ലഹരി മനുഷ്യനെ തന്നെ നശിപ്പിക്കുമെന്നും അത് ഇനിയൊരു തലമുറയെ സൃഷ്ടിക്കില്ല എന്നും ശക്തമായ ബോധവൽക്കരണത്തിലൂടെയും ലഹരിയിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന മനുഷ്യന്മാരെ ചേർത്തു പിടിച്ചുകൊണ്ട് അവരെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരവിലൂടെയാണ് നമുക്ക് ഈ സമൂഹത്തിലെ ഉന്നതമായ ലഹരി എന്ന് പറയുന്ന വസ്തുവിനെ മാറ്റി നിറച്ചുകൊണ്ട് സാമ്പത്തിക ലാഭം കൊയ്യുന്ന ഒരു വസ്തുവായി ലഹരിയെ മാറ്റി സമൂഹം കാണുമ്പോൾ ഗവൺമെന്റ് തിരിച്ചറിയുമ്പോഴാണ്. Drug addiction is the major issue that India faces as a developing country. So according to the World Drug Report 2022, India has the most number of opiate users in the world. The drug addiction among youth, it all starts with the easy availability of alcohol and cigarettes in our society. The recent reports on the arrest of MDMA shows the intensive impact of this. It can even lead to the serious health issues and death of the person. So the government should focus on the de-addiction process and through them can create awareness among the youth by sharing the mental trauma experience they faced at this stage. Also, the factors like attention deficit, social rejection can make them vulnerable to this. So the parents should have regular interaction with them and they should know the activities, their peer groups, and also introducing this as a syllabus in school level can have greater impact in the society. So the future of our nation and our generation depends upon what we do today. Thank you. We can tackle this issue. First thing is to have an effective check on the illegal drug trafficking, then creating more de-addiction center, and the most important thing is to create awareness. What exactly does it mean to be a human being? Chanakya has ideally told that an ideal human being is one who is able to control his emotions. A person must be a control freak. A man must be able to control. He must be able to be in control of his surroundings. India has the potential to be an economic powerhouse, but sadly, we have been sandwiched between the golden triangle and the golden crescent, which makes it really tough for our economic potential to be unleashed. We cannot become an economic superpower without proper utilization of the human potential of every individual. We need to, despite all the governmental reforms like Nasha Mukta Bharat and the individual government schemes which are undertaken and enforced by state governments, if it is failing, we need to understand that we lack the political will to enforce this. What we need is, we need to have an ideal society where old school virtues like chivalry are enforced. Thank you. പക്ഷേ ഞാനിപ്പോൾ രണ്ടാമത്തെ ജാം സെഷനാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ആ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താണ് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട് പേപ്പർ. അപ്പോൾ പേപ്പറിലല്ല സ്പീച്ച്. ഓക്കെ, നിങ്ങളെല്ലാവരും പേപ്പർ എഴുതിയതിനൊക്കെ വളരെ നന്നായിട്ടാണ് സംസാരിച്ചത്. ഞാൻ തന്നെ വിചാരിച്ചു പിള്ളേരൊക്കെ എത്ര വലുത്. ഞാനൊക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ വന്നപ്പോൾ പബ്ലിക് സ്പീച്ച് പോയിട്ട് ഒരു 2 വാക്ക് ഒരു താങ്ക്സ് അറിയാൻ പോലും പറഞ്ഞ പേടിയായിരുന്നു. നിങ്ങളെല്ലാവരും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. ഞാൻ ജസ്റ്റിൻ സാറിനോട് താങ്ക്സ് പറയുകയാണ്. കാര്യം ഇങ്ങനെ വളർത്തിയെടുക്കാൻ ആസ്പിറൻസിനെ പറ്റുമെന്ന് അത് ഇപ്പോൾ നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാലത്ത് എന്താ പറയുക, പണ്ടൊക്കെ ഒരു ഓഫ്ലൈൻ ക്ലാസ് അത് എന്താണ് വളരെ റോ ആയിട്ട് സാറ് വരുന്നു, ക്ലാസ് എടുക്കുന്നു, പോകുന്നു, പുറത്ത് കുറച്ച് നേരം കറങ്ങി നിൽക്കുന്നു, വീട്ടിൽ പോകുന്നു. പക്ഷേ എന്താ പറയുന്നത്, ഒരു ആസ്പിറൻസിന് ഉണ്ടാകുന്ന ഗ്രോത്ത് നമുക്ക് എത്രമാത്രമാണെന്ന് ഇന്നിവിടെ ശരിക്കും വളരെ എവിഡൻ്റ് ആയിരുന്നു. അതിന് ജസ്റ്റിൻ സാറിന് ഒരു എന്താ പറയുക, എത്ര കൺഗ്രാജുലേറ്റ് ചെയ്താലും മതിയാവില്ല. കാര്യം ഐ എം സോ എക്സൈറ്റഡ്, സോ ഹാപ്പി. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഇതിൽ ആദ്യം താങ്ക്സ് പറയേണ്ടത്, ഐ സിൻസിയർലി ഫീൽ ഗ്രാറ്റ്ഫുൾ ടു നമ്മുടെ മെൻറ്റേഴ്സ്, നമ്മുടെ ഫാക്കൽറ്റി, നമ്മുടെ പാനലുണ്ടായിരുന്ന ഇവരെല്ലാവരോടുമാണ് എനിക്ക് ആദ്യം താങ്ക്സ് പറയാനുള്ളത്. എല്ലാവർക്കും സമയത്തിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, ശരിയല്ലേ? ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് 1 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആക്ച്വലി വൈ ഐ ഫീൽ സോ എക്സൈറ്റഡ് ഈസ് നമ്മൾ രാവിലെ തുടങ്ങി 9:45 10 മണിക്ക് തുടങ്ങി ഇത്രയും നേരം ഇരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ടു ഗിവിങ് വളരെ വളരെ ഒരു മൈക്രോ ലെവലുള്ള ഒരു മെൻറ്റർഷിപ്പ് കൊടുക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു.
നിങ്ങളുടെ ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ്, അത് നിങ്ങളുടെ കണ്ടൻറ്റ് തൊട്ട് പ്രസൻറ്റേഷൻ തൊട്ട് ബോഡി ലാംഗ്വേജ് തൊട്ട് എല്ലാ കാര്യങ്ങളും വളരെ വളരെ എന്താ പറയുക മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു എന്താ പറയുക കൈൻഡ് ഓഫ് ഒരു ഫീഡ്ബാക്ക് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നത്, ശരിയല്ലേ? സോ മൈ ഫസ്റ്റ് എന്താ പറയുക, ഞാൻ ആദ്യം താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ലൈക്ക് ശരത് സാർ, നസീബ് സാർ, അതുപോലെ സുധി മിസ്, ആര്യ മിസ്, ഇവരോടൊക്കെയാണ് ഞാൻ താങ്ക്സ് പറയുന്നത്. ദെൻ ടു ഈച്ച് ഓഫ് യു, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, ശരിയല്ലേ? ഈ പ്രോഗ്രാം ദിസ് ഈസ് നോട്ട്, ഇത് ഓഫ് ട്രാക്കിൽ പോകുന്ന ഒരു സാധനമല്ല, ദിസ് ഈസ് പാർട്ട് ഓഫ് യുവർ സിലബസ് ഓൺലി. നമ്മൾ സാറ് പറഞ്ഞതുപോലെ യു ജസ്റ്റ് ട്രൈ ടു, നമ്മൾ മാജിക് കാണിക്കേണ്ട ആൾക്കാരാണ്. യുനോ 180 minutes are there, 250 marks there, okay, 10 markers are there, 10-15 markers are there. ഇതൊരു 180 മിനിറ്റ്സിൽ ഫിനിഷ് ചെയ്യുക അലോങ് വിത്ത് ബ്രെയിൻ സ്ട്രോമിങ്, ശരിയല്ലേ? പെട്ടെന്ന് ക്വസ്റ്റ്യൻ കിട്ടുന്നു, നിങ്ങൾക്ക് അത് ബ്രെയിൻ സ്ട്രോം ചെയ്യണം, മനസ്സിലാക്കണം, സ്ട്രക്ചർ ചെയ്യണം, വളരെ ഭംഗിയായിട്ട് 6.5 മിനിറ്റിൽ ഫിനിഷ് ചെയ്യണം, പിന്നെ 10 മിനിറ്റിൽ ഫിനിഷ് ചെയ്യണം. അങ്ങനെ 10 മാർക്കറും 15 മാർക്കറൊക്കെ ആയിട്ട് 250 വേർഡ്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഡീസൻ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്യണം. തന്നിരിക്കുന്ന സമയം ലിമിറ്റഡ് ആണ്, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരുക്കമാണ് ഈ പറയുന്ന ജസ്റ്റ് എ മിനിറ്റ് ഒക്കെ. സോ ലൈക്ക് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഇനിയിപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ദ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു മിസ് അമൃത ആൻഡ് മിസ് നിത. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.